ഉമ്മൻചാണ്ടിയും വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയെ കാണുകയാണ്. ഇന്നെങ്കിലും എന്തെങ്കിലും തീർപ്പുണ്ടാകുമോ? ഏതവസ്ഥയിലാണ് നാളെ ഉമ്മൻചാണ്ടിയും കൂട്ടരും തിരിച്ച് കേരളത്തിലേക്ക് എത്തുക? കോൺഗ്രസിന്റെ സീറ്റ് തർക്കം ഈ രീതിയിൽ പോകുമ്പോൾ ഹൈക്കമാൻഡിന്റെ പ്രസക്തി ഏത് രീതിയിലാണ് കോൺഗ്രസിൽ? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ BRM ഷഫീർ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ J. അജിത് കുമാർ, ശ്രീ SR ശക്തിധരൻ, ശ്രീ R. അജിത് കുമാർ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി, വീക്ഷണം മുൻ പത്രാധിപരും ശ്രീ KL മോഹനവർമ്മ എന്നിവർ ഈ ചർച്ചയിൽ ചേർന്നു. ശ്രീ BRM ഷഫീർ, ഇന്നും തർക്കം തീരുന്നില്ല. ഇതാ ഇപ്പോൾ സോണിയാഗാന്ധിയെ കാണുകയാണ് ഉമ്മൻചാണ്ടിയും വി.എം. സുധീരനും. ഒരു നിലപാട് മാറ്റവും ഇല്ല. എന്ത് പ്രയോജനം ഈ കാഴ്ച കൊണ്ട്? അല്ല, അത് ഈ തർക്കം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം 3 നേതാക്കന്മാർ, നമ്മുടെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന 3 നേതാക്കന്മാരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം ബഹുമാനായ AICCയുടെ പ്രസിഡന്റിനെ അവരുടെ വസതിയിൽ കണ്ടുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞ വാചകം ഇപ്പോൾ കൈരളിയുടെ ഡ്രോളിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. എന്താണ്? ഇന്ന് വൈകുന്നേരത്തോടു കൂടി തർക്ക സീറ്റുകളിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അതെല്ലാം പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ശുഭപ്രതീക്ഷയാണുള്ളത്. ഈ തർക്ക സീറ്റുകൾ, അതാണ് ശ്രീ ഷഫീർ, തർക്കമില്ല എന്നുള്ള നിങ്ങളുടെ വാദം ഇപ്പം മാറി തർക്കമുണ്ട്, അത് തീരുന്നു എന്ന അർത്ഥത്തിലേക്ക് വരുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. ഈ തർക്കം ഇപ്പോൾ പുതുതായി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. എല്ലാം തീർപ്പ് കൽപ്പിച്ച ചില സീറ്റുകൾ, ഇപ്പോൾ കൊല്ലം പോലെയുള്ള സീറ്റുകളിൽ ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവരുടെ പേരൊക്കെ വന്നതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ചില മാറ്റങ്ങൾ വരുന്നു. വി.എം. സുധീരന്റെ പുതിയ നോമിനികളൊക്കെ കടന്നു വരികയാണ്. സൂരജ് രവി, തോപ്പിൽ രവിയുടെ മകൻ കടന്നു വരികയാണ്. ഇതൊക്കെ ഈ പുതിയ തർക്കങ്ങൾ, പഴയ തർക്കങ്ങൾ തീരുമ്പോൾ പുതിയ തർക്കങ്ങൾ വരുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എങ്ങനെയെന്ന് വെച്ചാൽ കൊല്ലം മണ്ഡലത്തിൽ തന്നെയുള്ള ബഹുമാനായ മുൻ കോൺഗ്രസ് നേതാവും അറിയപ്പെടുന്ന പ്രാസംഗികനും അനന്തലവട്ട സാറിനൊക്കെ അറിയാം, തോപ്പിൽ രവി സാറിൻ്റെ മകനും DCCയുടെ നിലവിൽ വൈസ് പ്രസിഡന്റും KPC എക്സിക്യൂട്ടീവ് മെമ്പറും ആ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ബേസ് റൂട്ട് ലെവലിൽ ശക്തമായ പിന്തുണയുള്ള യുവ ചെറുപ്പക്കാരനാണ് ശ്രീ സൂരജ് രവി. ആ സൂരജ് രവിക്ക് സീറ്റ് വേണമെന്നുള്ളത് VM പറഞ്ഞത് സത്യമാണ്, പക്ഷേ അതവിടുത്തെ പ്രാദേശികമായ വികാരം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ പ്രാദേശിക വികാരം. ശ്രീ വി.എം. സുധീരൻ പറഞ്ഞ കൊയിലാണ്ടിയിലെ പ്രാദേശിക വികാരം KP അനിൽകുമാറാണ്. ആ പ്രാദേശിക വികാരമൊക്കെ വലിച്ചു ദൂരെ ഒരു ജനാധിപത്യ അതിന്റെ തർക്കം തീരുന്നില്ല. നിങ്ങൾ അവിടെ തർക്കം തീരുമ്പോ ഇവിടെ പ്രതിഷേധവും പോസ്റ്റർ യുദ്ധവും തുടങ്ങുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഒരാളിനെ അങ്ങോട്ട് നിയമിച്ചിട്ട് നിങ്ങൾ മാത്രം സ്ഥാനാർത്ഥികൾ, വേറെ ആരും മിണ്ടത്തില്ല എന്ന് പറയാനൊന്നും കോൺഗ്രസ് പാർട്ടി കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇരുമ്പ് മറ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട CPMന്റെ സംസ്ഥാന തലത്തിൽ എന്തുമാത്രം പൊട്ടിത്തെറികൾ നടന്നു? അങ്ങനെയല്ല. ബഹുമാനായ ആനത്തലവട്ടം സഖാവ്, അദ്ദേഹത്തിന് വർക്കലയിൽ വളരെ വിജയസാധ്യതയുണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാ. അദ്ദേഹത്തിനെ മാറ്റി ജോയ് ഇപ്പോൾ ലാൻഡിംഗ് പെർമിഷൻ ഇല്ലാതെ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടിയും തമ്മിൽ കണ്ടാൽ കടിച്ചു കീറുന്ന അവസ്ഥയാണ്. ഒരു കാര്യം ഇതാ ഹൈക്കമാൻഡ് പോലും പറഞ്ഞ നിർദ്ദേശം കോൺഗ്രസിന് ഒരു ചരിത്രമുണ്ട്. സീറ്റ് ധാരണകളാകുന്നത് വരെ എല്ലാ നേതാക്കന്മാരും ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യും. പക്ഷേ ഈ മാർഗത്തിലൂടെ വി.എം. സുധീരൻ പറയുന്ന കാര്യം എന്താണ്? തൃപ്പൂണിത്തുറയിൽ K. ബാബു എന്ന ആരോപണ വിധേയനായ മന്ത്രി പാടില്ല. അതുപോലെ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുന്നത് അവിടെ വിജയമുണ്ടാക്കും എന്നുള്ളത് മറ്റൊരു കാര്യം ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ സംസ്ഥാനത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കും. ഇത് വി.എം. സുധീരന്റെ അഭിപ്രായമാണ്. ഈ കാര്യത്തിൽ നിലപാടുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അവരെ മാറ്റാൻ പറ്റില്ല, അതിൽ ഒരാളെങ്കിലും മാറ്റിയാൽ ഞാനും മാറും, ഞാൻ വേണമെങ്കിൽ 140 മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് ഇറങ്ങാം. എന്തുകൊണ്ട് ശരി അങ്ങനെ ആകട്ടെ എന്ന് തീരുമാനിക്കുന്നില്ല? അല്ല, യഥാർത്ഥത്തിൽ ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, പത്തനംതിട്ടയിലെ ഞങ്ങളുടെ DCC പ്രസിഡന്റ് ശ്രീ മോഹൻരാജ് 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ശ്രീ ആന്റണി അവിടെ വന്നപ്പോൾ സീറ്റ് നിർണയത്തിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് വരാൻ വന്ന ആളാണ്. ഒരു പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി പാർട്ടിയെ ചുമക്കുന്ന DCC പ്രസിഡന്റ് ഒരു സീറ്റ് കൊടുക്കണം, മന്ത്രിയായി തുടർച്ചയായിട്ട് MLA ആയിരുന്ന ശ്രീ അടൂർ പ്രകാശ് മാറണമെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞാൽ മാറ്റണമെന്ന് വി.എം. സുധീരൻ പറഞ്ഞതിന് കാരണം അതാണോ? അതല്ല, അതും ഒരു കാരണം. അത് ഒരു കാരണമാകാം. എന്റെ മുകളിൽ നിൽക്കുന്ന പല കാരണങ്ങൾ എന്താണെന്നുള്ളത് നാട്ടിൽ എല്ലാവർക്കും പാട്ടാണല്ലോ. പറഞ്ഞ കാരണങ്ങൾ വേറെയുണ്ട്. അതിൽ ഏതാണ് ശരി എന്നുള്ളത് നാട്ടുകാർ. ഞാൻ ഒരു കാര്യം പറയാം.
ഇതിനകത്ത് അടൂർ പ്രകാശ് ഏറ്റവും അവസാനം ഇറക്കിയ ചില ഉത്തരവുകളിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വന്നപ്പോൾ KPC ഇടപെട്ടു. KPC ഇടപെട്ടിട്ട് പറഞ്ഞു ആ ഉത്തരവുകളെല്ലാം മരവിപ്പിക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട KPCയുടെ പ്രസിഡന്റ് ഒരു കത്തിൽ രേഖാമൂലം ഒരു കത്ത് കൊടുത്തിട്ട് ഇന്ന ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ ആ ഉത്തരവുകൾ പിൻവലിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ്, അല്ലെങ്കിൽ പിൻവലിക്കാൻ പറ്റാത്ത കാര്യം ഇന്നതാണ് എന്ന് കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് കേട്ടു. സർക്കാർ ചിലത് പിൻവലിക്കുന്നു, ചിലത് ഭാഗികമായി പിൻവലിക്കുന്നു, ചിലത് പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ അടൂർ പ്രകാശ് ഇനി സ്ഥാനാർത്ഥിയാകണ്ട എന്നുകൂടി അദ്ദേഹം തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നും തീരുമാനമാകാതെ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യം പോലും ഉമ്മൻചാണ്ടിക്ക് ഗവൺമെന്റ് ഞങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം പറയാം. ഒരാൾ മത്സരിക്കും, ഞാൻ അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം നിന്നാൽ 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം ഇറങ്ങിയ ഉത്തരവുകളെ സംബന്ധിച്ച് ജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ അടൂർ പ്രകാശ് മത്സരിച്ചാൽ അദ്ദേഹം ബഹുമാന നേതാവാണ്, നല്ല മന്ത്രിയാണ്, ഒരുപാട് പട്ടയം കൊടുത്തിട്ടുള്ള മന്ത്രിയാണ്, ഒക്കെ ശരി തന്നെ. അദ്ദേഹം മത്സരിച്ചാൽ മറ്റു മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന് കേരളത്തിലെ KPC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞില്ല. പാർട്ടിയുടെ സ്ക്രീനിംഗ് അതാണ് പറഞ്ഞത്. സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് ജനാധിപത്യപരമായി KPCയുടെ പ്രസിഡന്റ് ഒരു വാദം ഉന്നയിച്ചാൽ അത് ഇത്ര വലിയ കുഴപ്പമായിട്ട് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ KPCC പ്രസിഡന്റ് പറഞ്ഞ ഈ ഉത്തമമായ കാര്യം തീരുമാനമാകണം, അതിലാണ് ഇത്രയും കടുത്ത തർക്കം. അത് ഏറ്റവും ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും ഈ 5 സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കാൻ വേണ്ടി നിരവധി ഡിസ്കഷനുകൾ നടന്നു. ഏറ്റവും അവസാനം ശ്രീമതി സോണിയാഗാന്ധി ഇന്ന് രാത്രി 9 മണിയോട് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അവർ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും അംഗീകരിക്കും. ആർക്കും ഒരു അഭിപ്രായം ഉണ്ടാവത്തില്ല. മറ്റുള്ളവരിലേക്കും വരുന്നതിന് മുമ്പ് ശ്രീ KL മോഹനവർമ്മ, കോൺഗ്രസിന്റെ പോക്കിൽ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകട്ടെ, കുറച്ച് താമസാനെങ്കിലും വരട്ടെ എന്നെങ്കിലും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ശ്രീ KL മോഹനവർമ്മ. ശ്രീ മോഹനവർമ്മ ഇതാ ഇപ്പോൾ വീണ്ടും നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു തീരുമാനവും ആകാത്ത അവസ്ഥയിൽ ആണ് കാര്യങ്ങൾ എന്നാണ് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. എന്തെങ്കിലും 9 മണിക്ക് തീരുമാനിച്ചാൽ തന്നെ ഒന്നുകിൽ അത് VM സുധീരന് അനുകൂലമാകാം, അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമാകാം. എവിടെയാണ് സാധ്യത? ഇത് കോൺഗ്രസിന് ഒരു കൂട്ടായ ഐക്യത്തിന് കാരണമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാൻ ഇനി വകയുണ്ടോ? എനിക്ക് ശുഭപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഇത്രയും ഇത് താമസിച്ചതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും ശരിക്ക് നോക്കിയിട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ആ വലിയ ചുമതലകൾ കൊണ്ടെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തെറ്റായ തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രമല്ല ഇന്ത്യയിലെ നാഷണൽ കോൺഗ്രസ്സിനെല്ലാം തന്നെ അത് വളരെ 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 മോശമായൊരു സ്ഥിതിയിലെത്തിക്കും. ആ ഒരു ചുമതല ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിക്കോ ശ്രീ സുധീരനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ലേ ബാക്കിയുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഉള്ളതിനേക്കാളും കൂടുതൽ അവെയർനെസ് തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ട്. അവരെതുകൊണ്ടാണ് ഇതിങ്ങനെ താമസിക്കുന്നതിൽ ഒരു തെറ്റിൽ ഇന്ന് 9 മണിക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ എടുക്കുമ്പോൾ ഒരു തെറ്റായ തീരുമാനം ഏതെങ്കിലും അവർക്ക് കിട്ടുന്ന ഇൻപുട്സാണ്, അവർക്ക് നേരിട്ട് നമ്മുടെ ഇവിടെ ഒരു ബന്ധമില്ല. പക്ഷേ പലതരം സോഴ്സസിൽ നിന്നും ഈ ഇൻഫർമേഷനൊക്കെ അവർക്ക് കളക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനുവേണ്ടി ഇനി 1-2 ദിവസം എടുത്താൽ തന്നെ കുഴപ്പമില്ലെന്നാണ് ഞാൻ മോഹനവർമ്മ അവരുടെ പല സോഴ്സുകളിൽ നിന്നുള്ള ഡേറ്റ കളക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവരുടെ മുന്നിൽ 2 നേതാക്കളുടെ തർക്കങ്ങളാണ്. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നാണല്ലോ തീരുമാനിക്കാൻ സാധിക്കുക. രണ്ടും കൂടി എന്തായാലും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ഈ പറയുന്ന ആരോപണ വിധേയരെ മത്സരിപ്പിക്കണം, മറ്റൊന്ന് അത് പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ ഒന്നേ നടക്കാൻ സാധ്യതയുള്ളൂ. അതിൽ കേന്ദ്രത്തിന് താല്പര്യം ആരോപണ വിധേയർ വരുന്നതല്ല, ഹൈക്കമാൻഡ് അത് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന് താല്പര്യമില്ലാത്തൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമോ? നിലനിൽപ്പിൻ്റെ ഭാഗമായി അത് കേരളത്തിലെ കോൺഗ്രസ് സഹിക്കേണ്ടി വരുമോ? ഇവിടെ ഏറ്റവും പ്രധാനം നിലനിൽപ്പ് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അപ്രസക്തമാണ്. ഇലക്ഷൻ വരികയാണ്, ഇലക്ഷനിലെ യുദ്ധം പോലെയാണ്. ഇവിടെ യാതൊരു
മറ്റ് യാതൊരു തര കൺസിഡറേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. എവിടെ എങ്ങനെ കൂടുതൽ സീറ്റ് കിട്ടി കേരളത്തിൽ ഭരണം UDFന് വയ്ക്കാമോ എന്നുള്ളതായിരിക്കണം ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് തന്നെ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ വലിയ സ്റ്റേറ്റുകളിൽ വേറെ എങ്ങുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരതിന് ആ രീതിയിലായിരിക്കും എടുക്കുന്നത്. അല്ലാതെ മറ്റുള്ള ഏത് തരത്തിലുള്ള ഇത് വന്നാലും വെളിയിൽ കാണിക്കുന്ന നമുക്കൊരു കാര്യം ഓർത്ത് നോക്കുക. എല്ലാവരും നേതാക്കന്മാരെല്ലാവരും തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാവരും മുകളിലേക്ക് കയറാൻ പടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളും എല്ലാം തന്നെ എടുക്കാതിരിക്കാൻ ഒക്കില്ല കേന്ദ്രത്തിന്. അപ്പം വെറും നമ്മൾ കാണുന്ന വാചകങ്ങളോ അവർ നേരത്തെ പറഞ്ഞ വാചകങ്ങളോ തന്നെ അവസാന തീരുമാനത്തിന് കാരണമാകണമെന്നില്ല. ഇന്നും വരാവുന്ന ഇൻപുട്സിനെ എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും അപഗ്രഥിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്രം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ കേന്ദ്രത്തിൽ നിന്ന് സോണിയാഗാന്ധിയിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്ന് ഇന്നുണ്ടാകാൻ പോകുന്ന തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീ KL മോഹനവർമ്മ നിരീക്ഷിച്ചതുപോലെ ഒരു യുദ്ധമാണ്, ജയം ആണ് അവിടെ പ്രധാനം എന്നുള്ളത് മാത്രം നോക്കി VM സുധീരൻ പറഞ്ഞ ആദർശത്തെയൊക്കെ ഹൈക്കമാൻഡിന് കൂടി താല്പര്യമില്ലാത്ത ഒരു പരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീ അടൂർ പ്രകാശും K ബാബുവും ഒക്കെ മത്സരിക്കും. അങ്ങനെ മത്സരിക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത്? ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇവരുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. കളങ്കിതരായവരാരും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവില്ല. PM സുധീരൻ അതങ്ങ് വിശ്വസിച്ചിട്ടുണ്ടാവും. ഇത് നടപ്പാക്കേണ്ടത് ഈ പറച്ചിൽ നടപ്പാക്കേണ്ട സുധീരനാണല്ലോ. അദ്ദേഹം അതനുസരിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി. അവസാന നാളുകളിൽ മന്ത്രിമാർ എടുത്ത നടപടികൾ കോൺഗ്രസിൽ മാത്രമല്ല സർവ്വ മനുഷ്യരിലും ശക്തിയാ പ്രതിഷേധം ഉണ്ടായതാണ്. കടും വെട്ടാണ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയെ ഏതാനും വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കുന്നു നിയമവിരുദ്ധമായി. അതേ സംബന്ധിച്ച് സുധീരൻ പ്രതിഷേധം അറിയിച്ചു. പ്രതിഷേധം അറിയിച്ചിട്ട് 2 കത്തയച്ചിട്ട് അത് ചവറ്റുകുട്ടയിലിട്ട മന്ത്രി. ആ മന്ത്രിക്ക് സുധീരന് സീറ്റ് കൊടുക്കാൻ കഴിയുമോ? പക്ഷേ ഇവിടെ എല്ലാ ചർച്ചകളും കഴിഞ്ഞ് അവസാനം എല്ലാവരുടെയും പ്രതീക്ഷ വെളുത്ത പുക കാണുന്നത് ശ്രീമതി സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്നാണ്. എൻ്റെ സുഹൃത്ത് നേരത്തെ പറയാനുണ്ടായ ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യത്തിലുള്ള അവകാശങ്ങളും ജനാധിപത്യ അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഴിമതിക്കാരായ ആൾക്കാരെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരണമെന്ന് ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായമാണോ? സോണിയാഗാന്ധി എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇന്ന് ഇതെല്ലാം പ്രഖ്യാപിക്കുക പറഞ്ഞാൽ ഇന്നല്ല നാളെയോ മറ്റന്നാളാവുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു വിഷമമില്ല. പക്ഷേ ഈ തർക്കം മുഴുവൻ നിൽക്കുന്നത് അഴിമതിക്കാരെ സ്ഥാനാർത്ഥികളാക്കണമോ വീണ്ടും അവരുടെ കയ്യിൽ ഭരണം കൊടുക്കണമോ അവരെ മാറ്റണമോ എന്നുള്ളതാണ്. അല്ലാതെ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കം വേറെ കിടക്കുന്നു. കോൺഗ്രസ്സിനകത്തൊരു തീരുമാനമെടുക്കണ്ടേ? ഇതിൽ ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഇടതുപക്ഷ മുന്നണി പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ ഈ ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞത് ശരിവയ്ക്കുന്നതാണ് ഈ ദിവസങ്ങൾ നീണ്ടുപോകുന്ന ചർച്ചകൾ. അതായത് ഇപ്പോൾ അടൂർ പ്രകാശും K ബാബുവും മത്സരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആനത്തലോട്ടം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം തീർച്ചയായും മുന്നിൽ തന്നെ കൊണ്ടുവെക്കും. അതല്ല അവർ ഇനി മത്സരിക്കുന്നില്ല എങ്കിൽ കൂടി ഡൽഹിയിൽ നടന്ന ചർച്ചകളിലൂടെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന ഒരു മെസ്സേജ് ഉണ്ട്, കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തൊരു സന്ദേശമുണ്ട്. അത് നിങ്ങൾക്ക് ആവും വിധം ഒരുപാട് വിഭവങ്ങൾ തന്നിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക്. നിങ്ങൾ തന്നെ ഇടപെടാതെ എന്താണ് കോൺഗ്രസിൽ ഇത്രയും കാലം നടന്നത് എന്നുള്ളത് ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെ, അവർ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിർത്തിയില്ലെങ്കിലും ഈ അഴിമതിയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായല്ലോ. വേറെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനമല്ല ഈ തർക്കം നിൽക്കുന്നത്. ഇവർ അഴിമതിക്കാരെ നിർത്തിയാലോ അഴിമതിക്കാരെ നിർത്തിയില്ലെങ്കിലോ അഴിമതിക്കുള്ളത് കൊണ്ട് ഇവരെ മാറ്റി നിർത്തി. ആ അഴിമതിക്കാർ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ ഭരണം കിട്ടിയപ്പോൾ അഴിമതി നടത്തിയവരാണ് കോൺഗ്രസ് എന്ന പ്രചരണം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. 2 ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ഈ ഉയർത്തിയ മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ശ്രീ SR ശക്തിധരൻ, കോൺഗ്രസിനകത്ത് ഇപ്പോൾ VM സുധീരൻ്റെ നിലപാടുകൾ പിന്തുണയ്ക്കുന്ന TN പ്രതാപനെ പോലുള്ള ചിലരുണ്ട്. TN പ്രതാപൻ ഇടയ്ക്കെടുത്ത നിലപാട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി മത്സരിക്കാൻ പോകുന്നില്ല, പുതിയ ആളുകൾ വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കയ്പമംഗലത്ത് അദ്ദേഹം മത്സരിക്കാൻ ഇടയാകുന്നു. ഒരു കത്തുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ കത്തില്ല എന്നുള്ളത് ഇപ്പോൾ
AICC പറയുന്നു ഞാൻ കയ്പമംഗലത്തേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവകാശപ്പെടുന്നത്. ശരി, ആ അവകാശവാദം സമ്മതിച്ചാലും മത്സരിക്കാനില്ല എന്ന് പറഞ്ഞയാൾ വീണ്ടും മത്സരിക്കാൻ എത്തുകയാണ്. എന്ത് തരം ആദർശത്തിൻ്റെ നാടകങ്ങളാണ് ഇതെന്ന് വേണം കാണാൻ. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാ കാലത്തെയും പോലെ തന്നെയാണ് ഇപ്രാവശ്യം അവർ നടത്താൻ ഉദ്ദേശിച്ചത്. അതിൽ നിന്നൊരു വ്യത്യാസം കണ്ടത് എല്ലാ പ്രദേശങ്ങളിലും താഴെത്തട്ടിൽ ചർച്ച നടത്തി ഒരു പാനലുണ്ടാക്കി അങ്ങനെ കൊണ്ടുവന്ന് ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് ഇത് മാറ്റുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടാണ് ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഹൈക്കമാൻഡിലേക്ക് പോയത്. ഹൈക്കമാൻഡിൽ ചെന്ന് ആ പട്ടിക ചർച്ചയായപ്പോൾ മുതൽക്ക് തന്നെ ഇവർ മൂന്ന് വഴിക്ക് നടക്കുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അതെന്തിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ പേരിലൊന്നുമല്ല ഇത്. അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അഴിമതിക്കാരായ മന്ത്രിമാരെ 8ഓളം മന്ത്രിമാർ വിജിലൻസ് കേസിൽ പ്രതികളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കോടതി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞ് നടക്കാമെന്നല്ലാതെ ഇവരൊക്കെ തന്നെ ഈ ഗവൺമെൻറ് ഇല്ലാതെ വന്നാൽ അവരെല്ലാവരും വിജിലൻസ് കേസിൽ പ്രതികളായി ആ നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷാർഹരായി മാറുന്നൊരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇതിവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിജയം. ഈ ഗവൺമെൻറ് അഴിമതി ഗവൺമെൻറ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് പറയുന്നത്. അതും AICC നേരിട്ട് നിയമിച്ച പ്രസിഡൻറ്റ് രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് നിയമിച്ച VM സുധീരൻ പറയുന്നു ഈ ഗവൺമെൻറ് അഴിമതി ഗവൺമെൻറ്റായിരുന്നു, ഇന്ന ആളുകൾ ഈ മത്സരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ആനത്തലം സൂചിപ്പിച്ചതുപോലെ ഈ അവസാന കാലത്ത് റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശൻ ഇറക്കിയ ചില ഉത്തരവുകൾ മാറ്റണമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് ആ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകാതെ KPCC പ്രസിഡന്റിൻ്റെ നേരെ കൊഞ്ഞനം കുത്തുന്ന സമീപനമെടുത്ത ഒരാളെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. ശ്രീ ഷഫീർ, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി കൃത്യമായി കൊടുക്കണം. ഡൽഹിയിലെ നിങ്ങളുടെ ചർച്ചകൾ ഇന്നോ നാളെയോ എന്ന് വേണമെങ്കിലും തീർക്കുക. നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ, നിങ്ങളുടെ ആഭ്യന്തര ചർച്ചകൾക്കൊടുവിൽ ആര് വേണമെങ്കിലും മത്സരിക്കുക. പക്ഷെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിലേക്ക്, ഇവിടെ ശ്രീ KL മോഹനവർമ്മ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഈ യുദ്ധത്തിനകത്ത് നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളോട് കടപ്പാടുള്ള പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ ഇതാ ഇപ്പോൾ LDFൻ്റെ പ്രകടന പത്രിക 5-ാം തീയതി പുറത്തേക്ക് വരുന്നു. അവരതിൻ്റെ ഒരുക്കത്തിലാണ്. അവരുടെ പ്രചരണം തന്നെ പല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായ ആരോപണങ്ങൾ ഏത് രീതിയിലാണ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാൻ ശ്രമിക്കേണ്ടത്, അത് ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതിന് പകരം നിങ്ങൾ തന്നെ ഇപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. TN പ്രതാപൻ്റെ കത്ത് ഈ മാധ്യമങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ കരുതുന്നുണ്ടോ മാധ്യമങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്ന്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇടയിലെ ഐക്യം വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതല്ലാതെ, ഇതൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഗൗരവമായി കാണുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പ്രതിബദ്ധതകൾ നിങ്ങൾ പാലിക്കുന്നില്ല. ഇപ്പം TN പ്രതാപൻ്റെ കത്തിൽ നിന്ന് തുടങ്ങാം. TN പ്രതാപൻ ഇങ്ങനെ ഒരു കത്ത് അയച്ചെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇതാണ് കത്ത്? ബഹുമാനപ്പെട്ട ഡോക്ടർ ലാല്, ഞാനൊരു കാര്യം പറയാം. ശ്രീ ഷഫീർ, ഞാനും ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഏതെങ്കിലും കത്ത് ഇങ്ങനെ രാഹുൽ ഗാന്ധി തുറന്ന് കാണിക്കുമോ? ഇതുവരെ അങ്ങോട്ടേക്ക് അയച്ച ഏതെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ? ആദ്യം ഇത് മലയാള മനോരമ പറഞ്ഞു കത്താണ്, പിന്നെ പറഞ്ഞത് ഇമെയിലാണ്, പിന്നീട് പറഞ്ഞത് ഇമെയിൽ കത്താണ്. ഞാൻ ഒരു കാര്യം പറയാം. AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ മുകുൽ വാസനിക് അസന്ധിഗ്ധമായി പറഞ്ഞു, കയ്പമംഗലത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TN പ്രതാപന്റെ കത്ത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളുടെ KPCC പ്രസിഡന്റ് VS അച്യുതാനന്ദനെ ചൂണ്ടിക്കാട്ടി CPM-നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. TN പ്രതാപനെ പോലുള്ളവർ ഇതാ മാറി നിൽക്കുന്നു, ഈ VS എന്താ ഇത്രയും പ്രായമായിട്ട് ഇപ്പോഴും മത്സരിക്കുന്നതെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
അതിൽ എത്ര ആത്മാർത്ഥതയുണ്ട്. ഇന്ന് ആ ടി എൻ പ്രതാപൻ ഇന്ന് ചാടി വീണിരിക്കുകയാണ് കയ്പമംഗലത്തേക്ക് മത്സരിക്കാൻ. ആദ്യം പറഞ്ഞു ഇല്ല, രണ്ടാമത് വീണ്ടും പറഞ്ഞു ഉണ്ട്, ഇപ്പൊ വീണ്ടും ഇല്ല. ഈ കത്തില്ലെങ്കിൽ കൂടി അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്നത്? അല്ല, ഈ കത്ത് വിവാദമൊക്കെ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ 3 തവണ MLA ആയ ആളാണ്, എനിക്ക് 50 വയസ്സായി, എന്നെ യുവാവിന്റെ പട്ടികയിൽ നിന്ന് പെടുത്തേണ്ട, തുടർച്ചയായിട്ട് മത്സരിച്ച ആളാണ് ഞാൻ മാറി നിൽക്കാം, ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞു കത്തവിടെ മാറ്റി വെക്കുക. അല്ല, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ, നിങ്ങളുടെ ഇതിനകത്ത് ചില സ്ഥാനാർത്ഥികളാകുന്ന ആളുകൾക്ക് ചില ആദർശങ്ങൾ ഉണ്ടല്ലോ. ടി എൻ പ്രതാപനെ ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് പറഞ്ഞതാണ്, അദ്ദേഹം മാറി നിൽക്കുന്നു, മാതൃക കാണിക്കുക. പലരും ഉമ്മൻചാണ്ടിയെ പോലുള്ളവരെ ലക്ഷ്യം വെച്ചാണ് VM സുധീരൻ പറഞ്ഞത് പലരും മാറി നിൽക്കുക എന്ന്. ആ മാറ്റി നിർത്തൽ ഇവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് നാടകമായിരുന്നു. അത് കേട്ട് അന്ന് ഉമ്മൻചാണ്ടി മാറിയിരുന്നു എങ്കിൽ ഇന്നിതാ കയ്പമംഗലത്തിലൂടെ ടി എൻ പ്രതാപൻ അകത്ത് കയറുമായിരുന്നില്ലേ? അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഇത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പ്രതാപൻ പറഞ്ഞ് മാറുകയും എന്നിട്ട് മത്സരിക്കാൻ വേണ്ടി പ്രതാപൻ വരികയും കത്ത് വിവാദം വന്നതിന് ശേഷം ഞാൻ തന്നെ മത്സരിക്കുമെന്ന് പ്രതാപൻ പറയുകയും ചെയ്താൽ ഈ വിഷയത്തിന്റെ ചോദ്യത്തിന് ഉത്തരവുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ, പ്രതാപൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ കയ്പമംഗലം പോലെ ഇടതുപക്ഷം സ്ഥിരമായി മത്സരിക്കുന്ന സീറ്റിൽ പിടിച്ചെടുക്കാൻ ടി എൻ പ്രതാപന്റെ വ്യക്തിത്വത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. അദ്ദേഹത്തെ ഡൽഹിയിൽ വിളിപ്പിച്ചു, നിങ്ങൾ മത്സരിക്കണമെന്ന് പറഞ്ഞു. കയ്പമംഗലത്ത് മത്സരിച്ചാൽ അവിടെ ബാക്കിയുള്ള ആർക്കും ജയിക്കാൻ പറ്റില്ല, ടി എൻ പ്രതാപന് മാത്രമേ പറ്റുള്ളൂ. അവിടെ വേറെ എത്ര ചെറുപ്പക്കാരുണ്ട്. ഡീൻ കുര്യാക്കോസിന് അത് മനസ്സിലാകുന്നില്ല. ശ്രീ ഷഫീർ, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് പറഞ്ഞ എന്താണെന്ന് അറിയോ? 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ സീറ്റാണ് ഈ ടി എൻ പ്രതാപൻ ഇപ്പൊ തട്ടിയെടുത്തതെന്നാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞതിനെ കുറിച്ച് അങ്ങനെ പറയുന്നു. ഡീൻ കുര്യാക്കോസ് അല്പം കൂടി എടുത്തുചാടി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം കാര്യങ്ങൾ പഠിക്കണമായിരുന്നു, അല്പം കൂടി സാവകാശം നടത്തണമായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൽ വാസനിക് പറഞ്ഞതിനപ്പുറം കോൺഗ്രസിന്റെ ഒരു വക്താവിനും ഈ കാര്യത്തിൽ ഒരു അപ്പുറം പറയാൻ, ആ കാര്യത്തെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഈ രാഹുൽ ഗാന്ധി അയച്ച കത്ത് എപ്പോഴാ മീറ്റിങ്ങിലെടുത്ത് കാണിച്ചത്? ടി എൻ പ്രതാപൻ കേൾക്ക്, ടി എൻ പ്രതാപൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പോഴാണ് രാഹുൽ ഗാന്ധി കത്തെടുത്ത് കിടക്കുന്നത്, അയാൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, കയ്പമംഗലം സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ പറയുന്നതല്ലേ ഇങ്ങനെ ഒരു കത്തുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, കത്തയച്ചു എന്ന് പ്രതാപനും പറഞ്ഞിട്ടില്ല, കത്തുണ്ടെന്ന് AICC. 48 മണിക്കൂർ കഴിയുമ്പോൾ എന്തിനാ അഭിപ്രായം മാറ്റിയെന്ന ചോദ്യം ഡീൻ കുര്യാക്കോസ് ചോദിക്കുമ്പോ, പാവം 28 വയസ്സുള്ള ചെറുപ്പക്കാർ അവിടെ മത്സരിക്കാൻ ശ്രമിക്കുമ്പോ അതൊക്കെ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് പോകുന്നത്? AICCയുടെ പ്രസിഡന്റ് പറയുകയാണ് പ്രതാപൻ മത്സരിച്ചേ പറ്റൂ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനത്തിൽ പ്രതാപൻ മത്സരിക്കേണ്ടി വരും. അതിലിപ്പോ എന്താണ് ഇത്ര അതിനകത്ത് സംഘടനാപരമായിട്ട് എന്താ പ്രശ്നം? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പോകുന്നു. നിങ്ങൾക്കറിയാമോ, ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപായി ശ്രീ കെ മോഹനവർമ്മ, താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ ടി എൻ പ്രതാപന്റെ ആത്മാർത്ഥത ആണ് ഇവിടെ കാണേണ്ടത്? അതൊരു നാടകമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം കൊണ്ട് ഇപ്പൊ കയ്പമംഗലത്ത് സഹികെട്ട് അദ്ദേഹം അവിടെ മത്സരിക്കാൻ പോവുകയാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ഇതൊക്കെ കണ്ടു കിടന്ന്, അല്ല നമ്മളെ പോലുള്ള ഇത് കാണുന്നവരെ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുമെന്ന് വരെ നമ്മളിതൊക്കെ വിശ്വസിക്കാൻ പോകുന്നതാണോ? ഇത് വളരെ ക്ലിയർ അല്ലേ? ഈ നിൽക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും സ്ഥാനമോഹികളാണ്, ഒരു സംശയമില്ല, അതിലൊരു തെറ്റുമില്ല. ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം അയാൾക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ടി എൻ പ്രതാപനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സുധീരനും മാത്രമല്ല അനവധി വരെ എല്ലാവരും സ്ഥാനമോഹികളാണ്. ഒരാൾ പോലും ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ അറിയുന്നതിൽ സ്ഥാനം കിട്ടുമെന്ന് ഉറപ്പുള്ള ശേഷം അത് വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ള CH മേനോനെ മറ്റേ ഉള്ളൂ. സ്ഥാനം കിട്ടുമെന്ന് ഉറപ്പുള്ളതിന് ശേഷം അത് വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ആരായാലും നമ്മൾ അഥവാ എന്തൊക്കെ മറ്റേ വെള്ളിമൂങ്ങ സിനിമയിലെ പോലെ ഓരോന്ന് കാണിച്ചെന്ന് വെച്ചാൽ അത് നമ്മൾ വിശ്വസിക്കും. നമ്മളിതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അദ്ദേഹത്തിനും നിൽക്കണമെന്നുണ്ട്, അദ്ദേഹം അതിനായിട്ടുള്ള ചിലപ്പം നമ്മളതിനെ ആ രീതിയിലങ്ങ് കണക്കാക്കിയാൽ മതി. അല്ലാതെ ഇതൊരു വലിയൊരു ആദർശത്തിൻ്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായി പറയണേ, ആദർശത്തിൻ്റെ ആണെങ്കിൽ ഇനി നമ്മൾ ഈ കതറ് വിട്ടുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കാൻ പോണേ? ഒരിക്കലുമില്ല. എന്തോ ഈ പറയുന്ന നമ്മൾ വെയിറ്റ് ചെയ്യുക, എല്ലാവരും തമ്മിലുള്ള ഡിസ്കഷൻ നടക്കട്ടെ. ഒരു വലിയ ദേശീയ പാർട്ടിയാണ്, ജനാധിപത്യമായിട്ട് എല്ലാവർക്കും പറയാനുള്ളത് ചെയ്യാനുണ്ട്. അതിൽ ഓരോരുത്തരും അവരവരുടെ കളികളൊക്കെ കളിക്കും. ആ കളികളെ കണ്ടുപിടിക്കാനുള്ള മിടുക്ക് കേന്ദ്രത്തിനുണ്ടാവണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആ പാർട്ടിക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഇല്ല. ഇത് ഗാന്ധിജിയുടെ പാർട്ടിയാണ്, മറ്റുള്ളവരുടെ അല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയുടെ പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കഥറാണ് ഇവരെല്ലാവരും ഇടുന്നത്. ഒന്ന് ആലോചിക്കണം, നമ്മൾ കള്ളം പറയരുത്, കള്ളം കാണിക്കരുത്, നമ്മൾ അധികാരമോഹം കഴിയുന്നതും കുറയ്ക്കണം.
അധികാരമോഹം തെറ്റാണെന്ന് പറയുന്നില്ല. നമുക്ക് അധികാരം നമ്മുടെ കഴിവനുസരിച്ചുള്ള അധികാരം കിട്ടണം. പക്ഷേ അതിനായിട്ട് നിങ്ങൾ പലതും കളിക്കുമ്പോൾ ജനങ്ങൾ ഇത് മുഴുവൻ വിശ്വസിക്കണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. ഗാന്ധിജിയുടെ പാർട്ടിയാണോ ഇമെയിലാണ് പോയത്, കടലാസിലല്ല പോയത്. സുധീരന്റെ പാർട്ടിയാണോ അതോ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയാണോ ഹൈക്കമാൻഡിന്റെ പാർട്ടിയാണോ ആരുടെ പാർട്ടിയാണെന്നുള്ള ഒരു തീർപ്പ് നമുക്ക് കൽപ്പിക്കേണ്ടതുണ്ട്, അതിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം.